ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസ്. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള 5 മത്സരങ്ങളുടെ T20 പരമ്പരയിലെ രണ്ടാമത്തെ മത്സരത്തിൽ ഇംഗ്ലണ്ട് 4 വിക്കറ്റിന് ഇന്ത്യയെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 190 റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ 19 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇംഗ്ലണ്ട് ആ ലക്ഷ്യം മറികടന്നിരിക്കുകയാണ്. മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രാഫോർഡിൽ നടന്ന ഈ മത്സരത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വൈഭവ് സൂര്യവംശിയുടെ അരങ്ങേറ്റമായിരുന്നു. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി വൈഭവ് സൂര്യവംശി മാറിയിരിക്കുകയാണ്. 1989 സച്ചിൻ ടെണ്ടുൽക്കർ 16 വയസ്സുള്ളപ്പോഴാണ് ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറ്റം കുറിച്ചതെങ്കിൽ ഇന്നത്തെ മത്സരത്തിൽ വൈഭവ് സൂര്യവംശി 15 വയസ്സും 99 ദിവസവും പിന്നിട്ടപ്പോൾ ഇന്ത്യക്ക് വേണ്ടി ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ്. കുറച്ച് നാളുകളായി വൈഭവ് സൂര്യവംശി എപ്പോഴായിരിക്കും ഇന്ത്യൻ ടീമിൽ അരങ്ങേറ്റം കുറിക്കാൻ പോകുന്നത് എന്നുള്ള ചർച്ചകളായിരുന്നു. ആ ചർച്ചകൾക്ക് വിരാമമിട്ടുകൊണ്ട് ഇന്ന് വൈഭവ് സൂര്യവംശി അരങ്ങേറ്റം കുറിച്ചു. 10 ബോളുകളിൽ നിന്ന് 14 റൺസാണ് അദ്ദേഹം നേടിയത്. പക്ഷേ 2 മികച്ച സിക്സറുകൾ നേടാനായിട്ട് വൈഭവ് സൂര്യവംശിക്ക് സാധിക്കുകയും ചെയ്തു. ഒരു 15 വയസ്സുകാരന്റെ പ്രകടനം കാണാനായിട്ട് മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രാഫോർഡിൽ തിങ്ങിക്കൂടിയ ജനസാഗരത്തിന് മുന്നിൽ മിന്നുന്ന 2 സിക്സറുകൾ പറത്തിയാണ് വൈഭവ് സൂര്യവംശി പുറത്തായത്. ഏതായാലും മത്സരത്തിന്റെ തുടക്കത്തിലേക്ക് വരുമ്പോൾ ടോസ് ജയിച്ച ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു. ഒപ്പം തന്നെ നല്ല പോലെ ബോൾ സ്വിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു കണ്ടീഷനിൽ ആദ്യം തന്നെ ബാറ്റ് ചെയ്യാനായിട്ടുള്ള ഇന്ത്യയുടെ തീരുമാനം നല്ല രീതിയിലാണ് മുന്നോട്ട് പോയത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ ഒരു പവർ പ്ലേ അവസാനിക്കുമ്പോഴേക്കും നല്ലൊരു സ്കോറിലേക്ക് എത്താനായിട്ട് ഇന്ത്യക്ക് സാധിച്ചിരുന്നു. ഈവൻ ഇംഗ്ലണ്ടിന്റെ ക്യാപ്റ്റനായിട്ടുള്ള ഹാരി ബ്രൂക്കും ടോസ് നഷ്ടപ്പെട്ടതിന് ശേഷം പറഞ്ഞത് അവരും ബാറ്റ് ചെയ്യാൻ തന്നെയായിരുന്നു തീരുമാനിച്ചിരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിലെ കണ്ടീഷൻ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ പറയുന്നതാണ്. നോർമലി നമ്മൾ ഇന്ത്യയിലോ മറ്റു രാജ്യങ്ങളിലോ ക്രിക്കറ്റ് മത്സരങ്ങൾ നടക്കുമ്പോൾ ആ പിച്ചിന്റെ കണ്ടീഷനാണ് ഏറ്റവും കൂടുതൽ നോക്കാറുള്ളത്. ആ പിച്ച് എങ്ങനെയുണ്ട്, പിച്ചിൽ പുല്ലുണ്ടോ, അല്ലെങ്കിൽ നല്ലപോലെ പറക്കുന്ന പിച്ചാണോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കാറുള്ളതെങ്കിൽ ഇംഗ്ലണ്ടിലെ കണ്ടീഷനിലേക്ക് വരുമ്പോൾ പിച്ചിലല്ല നോക്കാറുള്ളത്, ആകാശത്തേക്കാണ് നോക്കാറുള്ളത് എന്ന് സാധാരണ പറയാറുണ്ട്. കാരണം ആ ആകാശത്തിലെ ആ ഒരു അന്തരീക്ഷം, അതായത് മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത്. ചാറ്റൽ മഴ ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ നോക്കിയിട്ടാണ് അവിടെ പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ആ തീരുമാനം തെറ്റായി പോയി എന്ന് പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഇനീഷ്യൽ ഘട്ടത്തിൽ ജോഫ്ര ആർച്ചറിന്റെ ബോളുകൾ മൂളിപ്പറക്കുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷേ ആ ഒരു മൂളിപ്പറക്കുന്ന ബോളുകളെ ആദ്യം ആക്രമിച്ചു തുടങ്ങിയത് വൈഭവ് സൂര്യവംശിയായിരുന്നു. അഭിഷേക് ശർമ്മയുടെ ഒരുപാട് ബോളുകൾ അദ്ദേഹത്തിന്റെ ബാറ്റിൽ കൊള്ളാതെ ബീറ്റനാവുന്നത് നമ്മൾ കണ്ടപ്പോൾ വൈഭവ് സൂര്യവംശിയുടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു സിക്സർ, അത് ലെഗ് സൈഡിൽ വന്നൊരു ബോളായിരുന്നു, അത് നല്ലപോലെ കണക്ട് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അതുപോലെ തന്നെ ജോഷ് ടങ്കനെ അടിച്ച മറ്റൊരു സിക്സും എക്സലന്റ് ആയിട്ടുള്ള ഒരു സിക്സ് ആയിരുന്നു. ഒരു 15 വയസ്സുകാരൻ ഇന്റർനാഷണൽ ക്രിക്കറ്റിലേക്ക് വരവറിയിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. എനിക്ക് 14 റൺസിൽ വൈഭവ് സൂര്യവംശി ഔട്ടായതിൽ വലിയ സങ്കടം തോന്നിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു കോൺഫിഡൻസ് ലെവൽ, 15 വയസ്സുള്ള ഒരു പയ്യൻ ഇത് അരങ്ങേറ്റം കുറിച്ചിട്ട് ഇതുപോലെയുള്ള ഒരു കണ്ടീഷനിൽ ഇതുപോലെ ലോകോത്തര താരങ്ങളെ വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യുന്നത് കാണുമ്പോൾ, നല്ല മത്സരങ്ങളിലേക്ക് വരുമ്പോൾ വൈഭവ് സൂര്യവംശി അദ്ദേഹത്തിന്റെ ഈ ഒരു മനഃശക്തി കൊണ്ട് തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത്. ഏതായാലും നമുക്ക് മലയാളികളെ സംബന്ധിച്ചിടത്തോളം സങ്കടം നൽകുന്ന ഒരു ദിവസം കൂടിയായിരുന്നു വൈഭവ് സൂര്യവംശിയുടെ അരങ്ങേറ്റം. എല്ലാവർക്കും വലിയൊരു സന്തോഷമുളവാക്കുന്ന കാര്യമായിരുന്നു എങ്കിൽ വേൾഡ് കപ്പിലെ ഹീറോ ആയിട്ടുള്ള മലയാളി താരം സഞ്ജു സാംസനെ പുറത്തിരുത്തിയാണ് വൈഭവ് സൂര്യവംശിക്ക് ഒരു ചാൻസ് കൊടുത്തത്. പക്ഷേ സഞ്ജു സാംസന്റെ വാതിലുകൾ അടഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൊട്ടേഷൻ പോളിസിയുടെ ഭാഗമായിട്ട്, കാരണം 3 നല്ല ഓപ്പണർമാരുള്ളപ്പോൾ അവരെ മാറ്റി മാറ്റി കളിപ്പിക്കാനായിരിക്കും ശ്രമിക്കുക എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ടോസിന് ശേഷം സഞ്ജു സാംസൺ ടീമിലില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം സഞ്ജു സാംസണും ഗൗതം ഗംഭീറും ആ ഗ്രൗണ്ടിൽ ഒരുപാട് നേരം സംസാരിക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ്. സഞ്ജു സാംസൺ ഈ ഒരു ടൂറിൽ അത്ര മികച്ച പ്രകടനമല്ല 3 മത്സരങ്ങളിൽ കാഴ്ചവെച്ചതെങ്കിൽ കൂടെ അദ്ദേഹം ആ വേൾഡ് കപ്പിൽ കാഴ്ചവെച്ച ഏറ്റവും മികച്ച പ്രകടനങ്ങൾ നമ്മളുടെ മനസ്സിലുണ്ടാവേണ്ടതാണ്. ആ ലോകകപ്പിൽ അത്രത്തോളം മികച്ചൊരു പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അയർലൻഡിലേക്ക് വന്നപ്പോൾ ആ 2 മത്സരത്തിൽ റൺസ് നേടാനായിട്ട് സാധിച്ചില്ല. ആദ്യത്തെ മത്സരത്തിൽ ഇംഗ്ലണ്ടുമായിട്ടും റൺസ് നേടാനായിട്ട് സാധിച്ചില്ല. വൈഭവ് സൂര്യവംശിയെ പോലെ ഒരു താരം പുറത്തിരിക്കുമ്പോൾ ഒരു റൊട്ടേഷൻ പോളിസി സ്വീകരിക്കുക എന്നുള്ളതല്ലാതെ മാനേജ്മെന്റിന് മറ്റൊരു മാർഗമില്ല എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. ഏതായാലും ആ ഒരു തുടക്കം അഭിഷേക് ശർമ്മ, അതിനുശേഷം ആദ്യമൊക്കെ ഒരുപാട് ബോളുകൾ അദ്ദേഹം ബീറ്റനാവുന്നുണ്ടായിരുന്നു. പിന്നെ നല്ലപോലെ ആക്രമിച്ച് കളിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. വളരെ പെട്ടെന്ന് സ്കോർ ഉയർത്താനായിട്ട് അഭിഷേക് ശർമ്മയ്ക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം വന്ന ഇഷാൻ കിഷനും അതുപോലെ തന്നെ ഒരു മിന്നുന്ന ബാറ്റിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചത്. 49 റൺസാണ് അദ്ദേഹം നേടിയത്. നല്ലപോലെ ബാറ്റിംഗ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. ഈവൻ ക്യാപ്റ്റനായിട്ടുള്ള ശ്രേയസ് അയ്യരുടെ ഭാഗത്തു നിന്നും ഒരു നല്ല പ്രകടനം വന്നിരുന്നു. ഒരു സ്റ്റേജിൽ നമ്മൾ നോക്കുമ്പോൾ 13 ഓവറിൽ ഏകദേശം 130 റൺസ് എന്ന് പറയുന്ന നല്ല സ്കോറിലേക്ക് എത്താനായിട്ട് ഇന്ത്യക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ശ്രേയസ് അയ്യർ പുറത്താവുന്നത്. അതിനുശേഷമാണ് ഒരു മിഡിൽ ഓർഡറിൽ പലപ്പോഴും നമ്മുടെ മിഡിൽ ഓർഡർ അത്ര
സോളിഡ് ആണ് എന്ന് എനിക്കിപ്പോൾ പറയാനായിട്ട് സാധിക്കുന്നില്ല. വേൾഡ് കപ്പിലൊക്കെ ഉള്ള പോലെയുള്ള ഒരു സോളിഡ് ആയിട്ടുള്ള മിഡിൽ ഓർഡർ ആണോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഹാർദിക് പാണ്ഡ്യ കളിക്കുന്നില്ല എന്നുള്ളതാണ്. ഹാർദിക് പാണ്ഡ്യ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഷോമനായിട്ട് പറയാറുണ്ട്, കുംഫു പാണ്ഡ്യ എന്ന് പറയാറുണ്ട്, പല കുറ്റങ്ങൾ അദ്ദേഹത്തിന് പറയാറുണ്ടെങ്കിലും ഇന്ത്യയുടെ മധ്യനിരയിൽ അദ്ദേഹം നൽകുന്ന ഒരു ബാലൻസ് എന്ന് പറയുന്നത് വളരെ മികച്ചത് തന്നെയാണ്. അത് ബൗളിങ്ങിലായിക്കോട്ടെ ബാറ്റിങ്ങിലായിക്കോട്ടെ അദ്ദേഹം നൽകുന്ന ഒരു ബാലൻസ് എന്ന് പറയുന്നത് വളരെ മികച്ചതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ഒരു വിടവ് നികത്തേണ്ടത് ഇപ്പോൾ ശിവം ദുബൈയുടെ ഒരു കർത്തവ്യമായിട്ട് മാറിയിരിക്കുകയാണ്. പക്ഷേ ശിവം ദുബൈക്ക് ഈ മത്സരത്തിൽ തിളങ്ങാനായിട്ട് സാധിച്ചില്ല. അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ അവിടെ തിലക് വർമ്മയുടെ ഒരു മികച്ച ബാറ്റിംഗ് പ്രകടനം, നല്ല രീതിയിൽ അത് ഫിനിഷ് ചെയ്യാനായിട്ട് തിലക് വർമ്മയ്ക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. നല്ല രീതിയിൽ ആ ഇന്നിങ്സ് ബിൽഡ് ചെയ്ത് കൊണ്ടുപോയി അവസാന ഘട്ടത്തിൽ ആ ഒരു ലാസ്റ്റത്തെ ഒരു 5 ഓവറിൽ നല്ലപോലെ അത് ഫിനിഷ് ചെയ്യാൻ സാധിച്ചത് കൊണ്ടാണ് നമുക്ക് 190 എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് എത്താനായിട്ട് സാധിച്ചത്. ഇംഗ്ലണ്ടിന്റെ ബോളിംഗ് നിരയിലേക്ക് വരുമ്പോൾ പേസർമാർ രണ്ടുപേരും അത്യാവശ്യം റൺസ് വഴങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. ജോഫ്ര ആർച്ചറിന്റെ ആദ്യത്തെ ഓവർ എന്നൊക്കെ പറഞ്ഞ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഓഫറായിരുന്നു. മൂളി പറക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ബോളുകൾ പോയിരുന്നത്. ജോഷ് ടങ് അദ്ദേഹത്തിന്റെ ആദ്യ മത്സരമാണ് T20യിൽ കളിച്ചിരിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെയും ജോഫ്ര ആർച്ചറിന്റെയും ആ ഒരു സ്പെല്ലിൽ ഒരുപാട് റൺസ് പോകുന്നുണ്ടായിരുന്നു. ഇംഗ്ലണ്ടിലെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് സ്വിംഗിങ് കണ്ടീഷൻ ആണെന്ന് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്പീഡ് ഇല്ലാത്ത ബൗളർമാർക്ക് നല്ലപോലെ സ്വിംഗ് ചെയ്യുന്നത് പലപ്പോഴും കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ സാം കറന്റെ ബോളിങ്ങിന് പറ്റിയ ഒരു കണ്ടീഷനാണ് ഇംഗ്ലണ്ടിലേത്. ഈ ഒരു മത്സരത്തിൽ ഒരു നല്ല പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നു. 3 വിക്കറ്റുകൾ നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരിക്കുന്നു. ഒരു 125-130 കിലോമീറ്റർ സ്പീഡിൽ എറിയുന്ന ബൗളർമാർക്കാണ് ഈ കണ്ടീഷനിൽ ഏറ്റവും മികച്ച രീതിയിൽ ബൗളിംഗ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇന്ത്യൻ ടീമിൽ ഭുവനേശ്വർ കുമാറിന്റെ ഒരു അസാന്നിധ്യം നമുക്ക് തോന്നുന്നില്ല എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ് ആയിട്ടും ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഭുവനേശ്വർ കുമാറിനെ പോലെ അകത്തേക്കും പുറത്തേക്കും ഒക്കെ ബോൾ സ്വിംഗ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു ബൗളർ ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ നല്ല രീതിയിലുള്ള ഒരു ബൗളിംഗ് പെർഫോമൻസ് ഇന്ത്യക്ക് കാഴ്ചവെക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും 190 റൺസ് എന്ന് പറയുന്ന ഒരു തെറ്റില്ലാത്ത സ്കോറായിട്ട് തന്നെ വേണം നമ്മൾ കരുതാനായിട്ട്. കാരണം ഇനീഷ്യൽ ഘട്ടത്തിൽ വിക്കറ്റ് എടുക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ടിനെ പിടിച്ചു നിർത്താൻ സാധിക്കുമെന്ന് ഇന്ത്യക്ക് അറിയാം. കാരണം അവരുടെ ആ ഒരു ഓപ്പണിംഗിൽ വരുന്ന അല്ലെങ്കിൽ ആ ടോപ്പ് ഓർഡറിൽ വരുന്ന ബാറ്റർമാർ എല്ലാവരും തന്നെ ആക്രമിച്ച് കളിക്കുന്ന ബാറ്റർമാരാണ്. ഫിൽ സോൾട്ടിന്റെയും ജോസ് ബട്ട്ലറിന്റെയും ഒക്കെ ബാറ്റിംഗ് പ്രകടനങ്ങൾ IPL നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. അവരുടെ ആ ഒരു ആദ്യത്തെ വിക്കറ്റുകൾ ഇനീഷ്യൽ സ്റ്റേജിൽ എടുക്കാൻ സാധിക്കുന്ന ബൗളറാണ് അർഷദീപ് സിംഗ് എന്ന് നമുക്കറിയാം. ഇനീഷ്യൽ ഘട്ടത്തിൽ തന്നെ സ്ട്രൈക്ക് ചെയ്യാനായിട്ട് അർഷദീപ് സിംഗിന് സാധിക്കുകയും ചെയ്തു. ഫിൽ സോൾട്ടിനെയും ജോസ് ബട്ട്ലറിനെയും വളരെ വേഗത്തിൽ തന്നെ പുറത്താക്കാനായിട്ട് അർഷദീപ് സിംഗിന് സാധിച്ചു. അതിനുശേഷം വന്ന ഒരു നല്ല പാർട്ട്ണർഷിപ്പ് അത് മുന്നോട്ട് കൊണ്ടുപോയി. ആ ഒരു സമയത്ത് ഹാരി ബ്രൂക്കിന്റെ പ്രകടനം മികച്ചു നിന്നതാണ്. വളരെ നല്ല രീതിയിൽ ബാറ്റ് ചെയ്യാനായിട്ട് ഹാരി ബ്രൂക്കിന് സാധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയുടെ ഏറ്റവും വലിയ തുറുപ്പ് ചീട്ട് എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്പിന്നർമാർ തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിഡിൽ ഫേസിലേക്ക് വരുമ്പോൾ പവർ പ്ലേ കഴിഞ്ഞ് വരുന്ന മിഡിൽ ഫേസിലേക്ക് ഇപ്പോൾ 2 ഫാസ്റ്റ് ബോളേഴ്സിനെ വെച്ചിട്ടാണ് ഇന്ത്യ കളിക്കുന്നത്. മൂന്നാമത്തെ ഒരു സ്പീഡ്സ്റ്റർ എന്ന് പറയുന്നത് ശിവം ദുബെയാണ്. പക്ഷെ അദ്ദേഹത്തിന് ബോൾ ചെയ്യിപ്പിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെയൊക്കെയാണ് ഈ ഹാർദിക് പാണ്ഡ്യയുടെ ഒരു സ്വിംഗിങ് കണ്ടീഷൻസിൽ അദ്ദേഹത്തിന്റെ ബോളിംഗ് വളരെ ക്രൂഷ്യൽ ആവുമെന്ന് പറയാനുള്ള ഒരു കാരണമാണ്. അദ്ദേഹത്തിന്റെ ഒരു ആബ്സെൻസ് വളരെയധികം ഇന്ത്യനെ എഫക്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ആ പവർ പ്ലേയിൽ അവിടെ നല്ല രീതിയിലൊരു ബൗളിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് അക്ഷർ പട്ടേലിന് സാധിക്കുന്നുണ്ടായിരുന്നു. അക്ഷർ പട്ടേൽ എപ്പോഴും ഇതുപോലെയുള്ള കണ്ടീഷൻസിലൊക്കെ മികച്ചൊരു ബൗളിംഗ് പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു താരം തന്നെയാണ്. മറ്റു 2 സ്പിന്നർമാരുടെ ഭാഗത്തേക്ക് വരുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങളുള്ളത്. അക്ഷർ പട്ടേലിന്റെ ഒരു സ്പീഡ് നല്ലപോലെ വേരി ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു ബോളറാണ്. പലപ്പോഴും കുറച്ച് സ്ലോ ആയിട്ട് എറിയാൻ പറ്റുന്ന ഒരു ബോളറാണ്. നല്ല സ്പീഡിൽ കുറച്ച് ഫാസ്റ്റ് ആയിട്ടൊരു സ്പിൻ എറിയാൻ പറ്റുന്ന ഒരു ബോളറാണ്. പക്ഷേ രവി ബിഷ്ണോയുടെയും വരുൺ ചക്രവർത്തിയുടെയും ഭാഗത്തേക്ക് വരുമ്പോൾ രണ്ടുപേരുടെയും ഒരു പ്രശ്നം എന്ന് പറയുന്നത് റൺസ് വഴങ്ങാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ബോളിങ്ങിന്റെ സ്പീഡ് കൂടി വരുമെന്നുള്ളത്. ഒരു 90-95 കിലോമീറ്റർ സ്പീഡിലാണ് അവർ നോർമലി അവർ ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു സിക്സറൊക്കെ അടിക്കുകയാണെങ്കിൽ ആ ബോളിന്റെ സ്പീഡ് കുറച്ചും കൂടെ വലിച്ചെറിയാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ റൺസ് അവർ വഴങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. വരുൺ ചക്രവർത്തി പലപ്പോഴും നമുക്കറിയാം അദ്ദേഹം ഒരു സ്ട്രൈക്ക് ബോളറാണ്, ഒരു മാച്ച് വിന്നിംഗ് ബോളറായിട്ടാണ് ടീമിൽ കളിക്കുന്നത്. പലപ്പോഴും അങ്ങനെ പല മത്സരങ്ങളിലും ഇന്ത്യയെ വിജയിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ആ ഒരു പെർഫോമൻസ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നില്ല എന്നുള്ളതാണ്. വരുൺ ചക്രവർത്തിയുടെ പ്രശ്നം അദ്ദേഹത്തിന്റെ സ്പീഡിലാണെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. വളരെയധികം സ്പീഡ് കൊടുത്ത് എറിയാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ഒരുപാട് റൺസ് അദ്ദേഹം വഴങ്ങുന്നത്. ഈവൻ രവി ബിഷ്ണോയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഈ ടീമിലേക്കുള്ള സെലക്ഷനെ വരെ നമ്മൾ ചോദ്യം ചെയ്തിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം IPL കളിക്കുന്നത് രാജസ്ഥാൻ റോയൽസിന് വേണ്ടിയിട്ടാണ്. പക്ഷേ രാജസ്ഥാൻ റോയൽസിന്റെ ഫസ്റ്റ് 11 അദ്ദേഹത്തിന് ചാൻസ് ഇല്ല. അവിടെ പുഞ്ച എന്ന് പറയുന്ന ഒരു താരത്തിനെയാണ്, യശ്രാജ് പുഞ്ച എന്ന് പറയുന്ന താരത്തിനെയാണ് ഈ വർഷത്തിൽ ഒരു 2ാം ഘട്ടത്തിലേക്കൊക്കെ എത്തിയപ്പോൾ രാജസ്ഥാൻ റോയൽസ് പരീക്ഷിച്ചിരുന്നത്. രവി ബിഷ്ണോയിനെ കളിപ്പിച്ചിരുന്നില്ല. പക്ഷേ ഇന്ത്യൻ ടീം അനൗൺസ് ചെയ്തപ്പോൾ അവിടെ രവി ബിഷ്ണോയി ടീമിലേക്ക് വരികയും ചെയ്തു. അവസാനത്തെ ഓവറിൽ ആ രവി ബിഷ്ണോയുടെ ഒരു അവസാനത്തെ ഓവർ, ഏകദേശം 17ാമത്തെ ഓവർ എന്നാണ് എൻ്റെ ഓർമ്മ, ആ ഓവറിലാണ് ഈ മത്സരം മാറി മറിഞ്ഞത് എന്നുള്ളതാണ്. ആ മത്സരത്തിൽ 29 റൺസാണ്
അദ്ദേഹം വഴങ്ങിയത്. 29 റൺസ് വഴങ്ങുന്നു എന്നുള്ള T20 ക്രിക്കറ്റിൽ 29 റൺസ് വഴങ്ങുന്നു എന്നുള്ളത് ഒരു മോശമായിട്ട് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ പറയാനായിട്ട് സാധിക്കില്ല. കാരണം പല മത്സരങ്ങളിലും 25 റൺസും 30 റൺസും ഒക്കെ വരുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷെ 2 നോ ബോളുകൾ എറിഞ്ഞു എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ ഒരു കുറ്റമായിട്ട് എനിക്ക് തോന്നുന്നത്. ആ 2 നോ ബോളുകളും ഓവർ സ്റ്റെപ്പിംഗ് ആണെങ്കിൽ പോലും കുഴപ്പമില്ല. ഇത് സൈഡ് ലൈൻ കട്ട് ചെയ്ത് നോ ബോൾ വിളിക്കുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു ബൗളിംഗ് പ്രകടനം തന്നെയാണ്. സൈഡ് ലൈൻ കട്ട് ചെയ്യുക എന്ന് പറഞ്ഞ ഒരു റൈറ്റ് ഹാൻഡർ ബോളറിനെ സംബന്ധിച്ചിടത്തോളം, ഒരു റൈറ്റ് ആം എറിയുന്ന ബൗളർക്ക് നമുക്കറിയാം അദ്ദേഹത്തിന്റെ ലെഫ്റ്റ് ലെഗാണ് മുമ്പിലേക്ക് വരുന്നത്. അപ്പൊ ഈ ബാക്കിൽ വരുന്ന കാല് സൈഡ് ലൈനിന്റെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ സൈഡ് ലൈനിൽ ടച്ച് ചെയ്താൽ പോലും നോ ബോൾ വിളിക്കും എന്നുള്ളതാണ് റൂൾ എന്ന് പറയുന്നത്. അദ്ദേഹം ആദ്യം ഒരു ബോൾ ഒരുപാട് വൈഡ് ആയിട്ടാണ് വന്ന് എറിയുന്നത്. ഇത് പ്രാക്ടീസിൽ നോർമലി എല്ലാ ദിവസവും ഇത് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ഈ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഓവർ സ്റ്റെപ്പിംഗ് നോ ബോൾ പോകുന്നത് പോലും നമ്മൾ ഒരു കുറ്റമായിട്ടാണ് പറയുന്നതെങ്കിൽ ഇത് അതിനേക്കാൾ വലിയൊരു കുറ്റമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ് ലൈൻ കട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു ബൗളിംഗ് പ്രകടനമാണ്. അത് ഒരു പ്രാവശ്യം കട്ട് ചെയ്തു, അടുത്ത ബോൾ ഒരു ഫ്രീ ഹിറ്റിൽ സിക്സർ നേടി, അതിനുശേഷം വീണ്ടും അതുപോലെ തന്നെ സൈഡ് ലൈൻ കട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു ഫ്രീ ഹിറ്റ് ലഭിക്കുന്നു, അതും ഒരു സിക്സർ നേടാനായിട്ട് ജേക്കബ് ബദലിന് സാധിച്ചു എന്നുള്ളതാണ്. ആ ഓവറിൽ 29 റൺസാണ് ജേക്കബ് ബദൽ അടിച്ചു കൂട്ടിയത്. ജേക്കബ് ബദലിന്റെ ഇന്നിങ്സിനെ നമ്മൾ എത്രത്തോളം പുകഴ്ത്തിയാലും നമുക്ക് മതിയാവില്ല. കാരണം ഈ ഒരു കണ്ടീഷൻസിൽ ഇവിടെ ഓൾഡ് ട്രാഫോർഡിലെ ഒരു പിച്ചിൽ എങ്ങനെ ബാറ്റ് ചെയ്യണം എന്നുള്ളത്, അല്ലെങ്കിൽ അവസാനം വരെ കൊണ്ടുപോയി ആ മാച്ച് എങ്ങനെ ഫിനിഷ് ചെയ്യണമെന്ന് അദ്ദേഹം കാണിച്ചു തന്നു എന്നുള്ളതാണ്. മനോഹരമായിട്ടുള്ള ഒരു ഇന്നിങ്സ് ആയിരുന്നു. ഒരു 70 റൺസിൽ കൂടുതൽ നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അവസാനം വരെ നിന്നുകൊണ്ട് ആ മത്സരം മുന്നോട്ട് കൊണ്ടുപോയി ജയിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു പിച്ചിൽ ഇന്ത്യയുടെ ബോളിംഗ് നിരക്കെതിരെ നല്ല രീതിയിൽ ഒരു ക്ഷമ കാണിച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ ഒരു പേഷ്യൻസോട് കൂടിയുള്ള ഒരു ഇന്നിങ്സ് ആയിരുന്നു. ഒരു ഘട്ടത്തിലൊക്കെ ഒരു റണ്ണേ ബോൾ എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് എന്ന് പറയുന്നത്. വലിയ അടികൾക്കൊന്നും ശ്രമിക്കാതെ ഒരു റണ്ണേ ബോൾ എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ആ രവി ബിഷ്ണോയുടെ ഓവർ എറിഞ്ഞ 2 നോ ബോളുകൾ നല്ലപോലെ മുതലാക്കാനും വീണ്ടും ഒരു സിക്സർ നേടാനും ഒക്കെ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതല്ല, ആ ഒരു ഓവറിലാണ് ഈ കളിയുടെ ഭാഗധേയം തന്നെ നിർണ്ണയിക്കപ്പെട്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. കാരണം ആ ഒരു സമയത്ത് വീണ്ടും ഒരു വിക്കറ്റ് നേടുകയാണെങ്കിൽ ജോഫ്ര ആർച്ചറിനെ പോലെയുള്ള ഒരു ബാറ്ററാണ് അപ്പുറത്ത് നിൽക്കുന്നത്. ഇനി ലിയാം ഡോസൺ ആണ് വരാനുള്ളത്. അതൊക്കെ കൊണ്ട് തന്നെ വേണമെങ്കിൽ മത്സരത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള ഒരു അവസരം ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ആ 17ാമത്തെ ഓവറിൽ 29 റൺസ് വിട്ടുകൊടുത്തതോടുകൂടി മത്സരം ഇന്ത്യയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇനി 3 മത്സരങ്ങൾ കൂടിയാണ് ബാക്കിയുള്ളത്. ഇന്ത്യ ഇംഗ്ലണ്ടുമായിട്ട് ഒരു T20 പരമ്പര തോറ്റിട്ട് വർഷങ്ങളായി. ഏകദേശം 5 പരമ്പരകൾ ഇതിനു മുമ്പ് കളിച്ചത് ഇന്ത്യയാണ് ജയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇത് 6ാമത്തെ പരമ്പരയാണ്. ഈ പരമ്പരയിൽ ആദ്യത്തെ മത്സരം മഴ മൂലം ഉപേക്ഷിക്കുകയായിരുന്നു. 2ാമത്തെ മത്സരമാണ് ഇന്ന് നമ്മൾ കണ്ടത്. ഇനി 3 മത്സരങ്ങൾ ബാക്കിയുണ്ട്. ആ 3 മത്സരങ്ങളിൽ നല്ല പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യൻ ടീം മടങ്ങി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ശ്രേയസ് അയ്യരുടെ ക്യാപ്റ്റൻസിയിലേക്ക് വരുമ്പോൾ ശ്രേയസ് അയ്യരുടെ ക്യാപ്റ്റൻസി തുടക്കം തന്നെ ഒട്ടും തന്നെ ഒരു ആശാവഹമല്ല. ആദ്യം നമ്മൾ അയർലൻഡുമായിട്ട് ഒരു പരമ്പര അടിയറ വെച്ചു. ചരിത്രത്തിലാദ്യമായിട്ട് 2 മത്സരങ്ങളുടെ പരമ്പരയിൽ നമ്മൾ തോറ്റു. അതിനുശേഷം ആദ്യത്തെ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു ഇംഗ്ലണ്ടുമായിട്ട്. ഇപ്പൊ ഇംഗ്ലണ്ടുമായിട്ട് 2ാമത്തെ മത്സരത്തിൽ ഇന്ത്യ പരാജയം രുചിച്ചിരിക്കുകയാണ്. ഏതായാലും ലോകകപ്പ് ജയിച്ച ക്യാപ്റ്റനെ മാറ്റിയിട്ടാണ് ശ്രേയസ് അയ്യരെ ക്യാപ്റ്റൻസിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളത് ഒരുപാട് വിമർശനങ്ങൾക്ക് വഴിവെക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ഇന്ത്യ തിരിച്ചു വരുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഏതായാലും മറ്റുള്ള മത്സരങ്ങളുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.